الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وقال الله تعالى في القرآن الكريم ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോ വിശ്വാസികളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതിനുള്ള തൗഫീഖ് അർഹമുറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ റബ്ബിന്റെ കോടതിയിൽ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ആഫിയത്തും അർഹമുറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ വിശദീകരിച്ച് പോന്നിരുന്നത് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നും ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും അതിൽ നിന്ന് വേർതിരിഞ്ഞ് പോയാൽ അവരെ സംബന്ധിച്ചിടത്തോളം വഴിപിഴവിലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ. എന്നാൽ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മെ പ്രവാചകൻ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യത്തെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത്. നമ്മൾ കഴിഞ്ഞ എല്ലാ പ്രാവശ്യവും പറഞ്ഞു, നമ്മളേറെ നമ്മുടെ മുത്തനബിയെ സ്നേഹിക്കണം, നമ്മളേറെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മിൻ അശദ്ദി ഉമ്മതി ലി ഹുബ്ബൻ നാസ് യഖൂലൂന ബഅദി. എൻ്റെ സമുദായത്തിൽ അല്ലാഹു റസൂൽ പറയുകയാണ്, എൻ്റെ സമുദായത്തിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ എനിക്ക് ശേഷം ഉണ്ടാകും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് ശേഷം ഒരു സമുദായം കടന്നു വരും, സമൂഹം കടന്നു വരും. ആ
അവർ എന്നെ ഏറെ സ്നേഹിക്കുന്നവരായിരിക്കും. എന്നിട്ട് പറഞ്ഞു യവദ്ദു അഹദഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി. സ്വന്തം കുടുംബവും സമ്പത്തും പകരം നൽകിയെങ്കിലും എന്നെ കാണണമെന്ന് അവർ പ്രതീക്ഷിച്ചു. അഥവാ സ്വന്തം സമ്പത്തും അതേപോലെ തന്നെ എന്തും പകരം നൽകിയിട്ടും അല്ലാഹുവിന്റെ റസൂലിനെ ഒരു നോക്ക് കാണണമെന്ന് ഏറെ ആഗ്രഹിക്കുന്നവർ എനിക്ക് ശേഷം ഉണ്ടാവും, അപ്രകാരം എന്നെ സ്നേഹിക്കുന്നവരുണ്ടാകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കൂട്ടരെ, ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഓരോ നമ്മുടെ ശബ്ദം കേട്ടിട്ടില്ലെങ്കിലും നമ്മളെ കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു തലമുറയെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതായി ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ ഓരോ ഖുതുബയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പറയുന്ന ചരിത്രങ്ങളിലെല്ലാം നമ്മൾ ഓതിയ ഒരു ആയത്തുണ്ട്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വദേഹത്തേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ, ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. സ്വഹാബാക്കളാമുകൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ എത്ര പ്രസംഗങ്ങളിലും ഖുതുബകളിലും ക്ലാസുകളിലും വിശദീകരിച്ചാലും തീരാത്തത്ര സ്നേഹത്തിന്റെ ആഴം അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന കൂട്ടരെ എങ്ങനെയെല്ലാം വിശദീകരിച്ചാലും മടുപ്പുളവാക്കാൻ പറ്റാത്ത, ആർക്കും മുഷിപ്പിക്കാത്ത ചരിത്രങ്ങളാണ് സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുന്നുണ്ട് പ്രവാചകനോടുള്ള സ്നേഹത്തെ പറ്റി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ഉമ്മഹാതി വ ആബാഇനാ വ ഉമ്മഹാതിനാ വ മിനൽ മാഇൽ ബാരിൻ അലാ ദർ. ആദ്യം പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മാതാപിതാക്കളെക്കാൾ, രക്ഷിതാക്കളെക്കാൾ എല്ലാം. എന്നിട്ട് പറഞ്ഞൊരു വാക്ക് കൂടിയുണ്ട്, വിശേഷിപ്പിച്ച ഒരു വാക്ക്, ഒരു ലഫ്ള് കൂട്ടി പറയുന്നുണ്ട്. എന്താണ്? വമിനൽ മാഇൽ ബാരിൻ അലാ ദർ. ദാഹിച്ച് വലഞ്ഞ് ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി കൊതിക്കുന്ന ആ ഒരു സമയത്ത് തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാളേറെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പ്രവാചകനെ. ആ വിശേഷം അത്രയും ഭദ്രമാണ് അല്ലേ? നമ്മളെല്ലാം ദാഹിച്ച് വലയുമ്പോൾ ആ ഒരു തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാളേറെ ഇഷ്ടം എന്റെ പ്രവാചകനെയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ കൂട്ടരെ, ഇത്രമേൽ ആത്മബന്ധം നമുക്ക് ഉണ്ടാവാൻ സാധിക്കണം. അവിടെയാണ് പരിപൂർണമായ ഒരു വിശ്വാസിയായി നമുക്ക് മാറാൻ കഴിയുക. പേരിലോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ആഘോഷമോ ഒന്നുമല്ല ഒരു വിശ്വാസിയെ മുഅ്മിനായി പരിപൂർണനാക്കുന്നത്. മറിച്ച് അവന്റെ ഉള്ളറകളിലേക്ക് ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇനി ഒരിക്കലും നമുക്ക് ദുനിയവിയായ ലോകത്തെ പ്രവാചകനെ കാണാൻ കഴിയില്ല. മറിച്ച് പരലോകത്തിലേക്കാണ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബാക്കൾക്ക് അത്രമേൽ ഭയമുണ്ടായിരുന്നു. ഇനി ഈ ദുനിയാവിൽ നിന്ന് കണ്ടു, ഇനി പരലോകത്ത് കാണാൻ സാധിക്കില്ലേ എന്ന് സ്വഹാബാക്കൾക്ക് ഭയമുണ്ടായിരുന്നു. കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉന്നതമായ പദവിയിലായിരിക്കും. സ്വഹാബികൾക്ക് വല്ലാത്ത ആശങ്കയുണ്ടായിട്ടുണ്ട്, അവർക്ക് പേടിയുണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, ദുനിയാവിയായ ജീവിതത്തിൽ താങ്കളോടൊപ്പം കഴിയാൻ കഴിയും, ഇനി പരലോകത്തിൽ കഴിയുമോ എന്ന ബേജാറ്, പേടി അവർക്കുണ്ടായിരുന്നു. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞല്ലോ, അന അക്തറുൽ അംബിയാഇ തബഅ യൗമൽ ഖിയാമ. ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിൽ അനുയായികളുമായി എത്തപ്പെടുന്നത് ഞാനായിരിക്കും. വല അവ്വലു മൻ യഖറഉ ബാബുൽ ജന്ന. ഞാനായിരിക്കും ആദ്യമായി സ്വർഗ്ഗത്തിന്റെ വാതിൽ മുട്ടുന്നത്. മാത്രമാണോ? അല്ല,
അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട് മുഅ്മിനീങ്ങളോട്. ഇന്നും തലമുറകൾ കഴിയുമ്പോൾ, നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഓരോ വ്യക്തികളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അല്ലാഹു റസൂൽ പറഞ്ഞത്? സലുല്ലാഹ ലിയൽ വസീല, നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ ചോദിക്കണം. സഹാബികൾ ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, എന്താ വസീല? അത് പ്രവാചകൻ പറഞ്ഞു, അഅല ദറജത്തുൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഉന്നതമായ പദവിയാണ്. ലാ യനാലുഹാ ഇല്ലാ റജുലുൻ വാഹിദ്, ഒരു വ്യക്തിക്കല്ലാതെ അവിടെ കയറാൻ കഴിയില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അർജു അൻ അകൂന അന ഹുവ, ഞാൻ അവിടെ ആയിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്ന ആ പ്രാർത്ഥനയെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉന്നതമായ പദവിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത് ആ പ്രവാചകനോളം എത്തണമെന്നാണ്, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ പദവിയിലാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെങ്കിൽ അത്രമേൽ കഠിനമായ ഒരു പ്രയത്നം നമ്മളിൽ നിന്നുണ്ടാവും. കേവലം ഒരു പ്രയത്നമല്ല, ഇബാദത്ത് ചെയ്തു പോകുന്ന പ്രയത്നമല്ല, കഠിനമായ പ്രയത്നം ഓരോ വിശ്വാസിയും ഉണ്ടാവണം. അപ്പൊ എന്തെല്ലാം ചെയ്താലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഒരു സുഹബത്ത്, സ്വർഗ്ഗത്തിലേക്ക് എത്താൻ പറ്റുന്ന കാര്യങ്ങൾ, അത് എന്തെല്ലാമാണെന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വളരെ ചരിത്രത്തിൽ പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും കൃത്യമായ നിലയിൽ അനുസരിക്കുക എന്നുള്ളതാണ്. ഏതൊരു കാര്യമാണോ, കൽപ്പനകളാണോ, അത് ശിരസാ വഹിച്ച് റസൂലിനെ കഴിയണം, പിൻപറ്റാൻ കഴിയണം. കേവലം കേൾവിയല്ല അവിടെ ഉണ്ടാകുന്നത്, കേൾക്കുക എന്നുള്ളതല്ല, അല്ലേ? വിശുദ്ധ ഖുർആൻ അസ്ലിം എന്ന് പറഞ്ഞപ്പോൾ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ എന്റെ റബ്ബിൽ കീഴൊതുങ്ങിയിരിക്കുന്നു. അത് പരിപൂർണമാവണം, ആവേശമാവാൻ പാടില്ല, ഏതെങ്കിലും ഒരു വാദികളോടുകൂടി ആവാൻ പാടില്ല. മറിച്ച് ഒന്നാമത്തെ കാര്യം, എന്ത് തന്നെ ഉണ്ടെങ്കിലും എനിക്ക് എന്റെ പ്രവാചകന്റെ ആ ഒരു ചാരത്തേക്ക് എത്താൻ കഴിയണം എങ്കിൽ അതിന് പരിപൂർണമായി കീഴൊതുങ്ങണം. അല്ലാഹുവിനും അവന്റെ റസൂലിനും പരിപൂർണമായി കീഴടങ്ങണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിന്റെ 69ാമത്തെ വചനം എന്താ പറയുന്നത്? ومن يطع الله ورسوله فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. ومن يطع الله ورسوله, ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, ഫൗലൈക മഅല്ലദീന, അക്കൂട്ടരുണ്ടല്ലോ നാളെ സ്വർഗ്ഗത്തിൽ ആരുടെ കൂടെ ആയിരിക്കുമെന്നറിയുമോ? അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടം ആരാണെന്നറിയുമോ? മിനൻ നബിയ്യീൻ, നബിമാരുടെ കൂടെ, വസിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളുടെ കൂടെ, വശുഹദായി, ശുഹദാക്കളുടെ കൂടെ, വസ്സാലിഹീൻ, വഹ്സന ഉലൈക റഫീഖാ, ഇവരെ ഏറ്റവും ഉന്നതരായ കൂട്ടുകാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. അപ്പോ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ കൽപ്പനകളെയും അത് എന്ത് തന്നെയാണെങ്കിലും അതിനെ അനുസരിക്കാൻ നമുക്ക് കഴിയണം. അതാണ് വിശുദ്ധ ഖുർആൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. അത് ഏത് നിലക്കാണെങ്കിലും അള്ളാന്റെ കൽപ്പനകൾ ഓരോന്ന് വരുമ്പോഴും, അള്ളാന്റെ റസൂലിന്റെ ഓരോ കൽപ്പനകൾ വരുമ്പോഴും നമുക്ക് പലപ്പോഴും എന്താണെന്ന് അറിയുന്നത്, നമുക്ക് നിഷേധമില്ല. അള്ളാഹു റസൂൽ എന്തെങ്കിലും കൽപ്പിച്ചു, അത് എന്നെ കൊണ്ട് കഴിയൂല, ഞാനത് ശരിയല്ല എന്ന് നമ്മൾ ആരും നിഷേധിക്കാറില്ല. മറിച്ച് നമുക്ക് ചെയ്യാനുള്ള മടിയാണ്, ഒരു അയ്യബാണ്, അല്ലേ? ഒരു ഭക്ഷണം കഴിക്കുന്ന കാര്യം, വലത് കൈകൊണ്ട് വെള്ളം കുടിക്കണം. നമുക്ക് അല്ലാഹുവിന്റെ റസൂല് അവിടെ വെള്ളം വലത് കൈകൊണ്ട് കുടിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു താങ്ങലിന്റെ പരിപാടി പാടില്ല. ചില ആളുകൾ പറയുമ്പോ ഇച്ചിരി കൊണ്ട് എങ്ങനെ കുടിക്കുക? കൂട്ടരെ അല്ലാഹുവിന്റെ റസൂല് കഴിക്കാൻ പറഞ്ഞാൽ അവിടെ ഇച്ചിരില്ല, ഒന്നുമില്ല.
അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന നമ്മളെ എതിർക്കുന്നില്ല, മറിച്ച് ചെയ്യാനുള്ള ഒരു മടിയാണ് പലപ്പോഴും, അല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചോ നമ്മൾ അത് ചെയ്യുക. വലത് കൈ കൊണ്ട് കുടിക്കാൻ പറഞ്ഞാൽ വലത് കൈ കൊണ്ട് കുടിക്കുക. കഴുകി കളയാത്തൊരു അഴുക്കും ദുനിയാവില്ല കൂട്ടരെ. അത് കുറച്ചേരം വരുത്തേണ്ടി വരും ചെറുപ്പങ്ങളുള്ളൂ. കൈയൊന്ന് ഒറിഞ്ചിയിട്ട് ഭക്ഷണം കഴിച്ച് കൈയൊന്ന് ഒറിഞ്ചിയിട്ട് അതിന്റെ അടിഭാഗം പിടിച്ചൊന്ന് കുടിക്കാൻ നമുക്ക് നാണക്കേടാണ്. 4 പേര് ഇരിക്കുന്നതിനിടയിൽ കൈ ഗ്ലാസ്സിൽ അഴുക്കാവൂലേ? കല്യാണ വീട്ടിൽ പോയാലും എറിഞ്ഞ് ഉളക്കുന്ന കളയുന്ന ഗ്ലാസ്സിൽ പോലും നമുക്ക് അവിടെ അഴിവുകേടാണ്. ബിരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊച്ചെന്ന് മുക്കാപ്പാല് ധരിച്ച് എങ്ങനെ നടക്കുക എന്നുള്ളത്. എന്നാൽ അതെല്ലാം ഓരോ വ്യക്തികൾ നമ്മളെ സ്വാധീനിക്കുന്ന ആളുകൾ അത് അബ്രമാളികളിൽ സിനിമാ രംഗങ്ങളിൽ കാണിക്കുമ്പോൾ അത് പിൻപറ്റാൻ നമുക്ക് ഒരു നാണം ഉണ്ടാവില്ല. അതൊരു ട്രെൻഡായി. അല്ലാഹു റസൂൽ വർഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് പിൻപറ്റാൻ നമുക്ക് കഴിവുകേട്. അപ്പൊ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകും, ആരൊഴികെ ഇല്ലാ മൻ അബാ, എന്നെ വിസമ്മതിച്ചവരൊഴികെ. എന്നെ വിസമ്മതിച്ചവരെ ആരെ ചോദിക്കുന്നത്? യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. സ്വഹാബികളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് താങ്കളെ നിഷേധിക്കുന്നവർ, വിസമ്മതിക്കുന്നവർ, വിമുഖത കാണിക്കുന്നവർ? പറയുകയാണ്, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. എന്നെ അനുസരിക്കുന്നവരാരോ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. എന്നെ പിൻപറ്റാൻ വിമുഖത കാണിക്കുന്നവർ, എന്നെ പിൻപറ്റാൻ വിമുഖത കാണിക്കുന്നവർ അവരാണ് വിസമ്മതിച്ചവർ. അപ്പൊ പിൻപറ്റുക എന്നുള്ളതാണ് അനുസരിക്കുക എന്നുള്ളത്. അവിടെ നമ്മൾ ചെയ്യാതിരിക്കുക അതെന്താണ്? നിഷേധത്തിന് തുല്യമാണ്. അതിപ്പോ നമ്മള് ഞാൻ ആ റസൂലുള്ളാഹിന്റെ സുന്നത്ത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയലും അത് ചെയ്യാതിരിക്കലും എന്താണ്? നിഷേധത്തിന് തുല്യമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ കൽപ്പനയും അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ ഒരു ചര്യ നമ്മുടെ ജീവിതത്തിൽ എന്താണോ കൽപ്പിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ, എന്നാണോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അത് നമ്മുടെ ജീവിതത്തിൽ. സ്വഹാബാക്കളിൽ പലരെയും വിശേഷിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുനിഞ്ഞു പോയെടുത്ത് പോലും അവർ കുനിഞ്ഞു നടക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലുകൾ വെച്ച് നടന്നെടുത്ത് കൂടി കാലുകൾ വെച്ച് പോകുമായിരുന്നു. അത്രയും സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടു, ആദരിച്ചു, ബഹുമാനിച്ചു, കൊണ്ട് നടന്നു ചെയ്തു. ഒന്നാമത്തെ കാര്യം, പ്രവാചകന്റെ കൂടെ സ്വർഗ്ഗത്തിൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട കൂട്ടരെ. ദുനിയാവിൽ ആര് പരിഹസിക്കുന്നു, ആര് കളിയാക്കുന്നു, ആര് പുച്ഛിക്കുന്നു, ആര് നമ്മളെ പല രീതിയിൽ അപഹസിക്കുന്നു, അതിനെ കുറിച്ചൊന്നും വേണ്ട നമ്മുടെ ചിന്തകൾ. മറിച്ചൊരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. നാളെ മണ്ണോട് മണ്ണ് ചേർന്ന് അരിഞ്ഞില്ലാതായി കഴിഞ്ഞ് പരലോകത്തേക്ക് എത്തപ്പെടുമ്പോൾ ഞങ്ങളുടെ മുത്ത് നബിയെ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയുക എന്നുള്ള ആ ഒരു ദൃഢവിശ്വാസത്തിൽ, ആത്മാർത്ഥതയിൽ നമ്മൾ കഴിയുക. രണ്ടാമത്തെ സംഗതി എന്താണെന്നറിയോ? പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ മുമ്പ് കഴിഞ്ഞ ആഴ്ചകളിൽ എല്ലാം പറഞ്ഞ ഖുതുബകളിൽ ആവർത്തിച്ച് പറഞ്ഞ പ്രവാചക സ്നേഹം, ആ സ്നേഹം ഉണ്ടാകുന്നതോടുകൂടിയാണ് ഈ കാലത്തെ പ്രവാചകന്റെ കൽപ്പനകളെ എല്ലാം നമുക്ക് സ്വീകരിക്കാൻ കഴിയുക. ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഒരു വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അല്ലേ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ, അന്ത്യനാൾ എപ്പോഴാണ്? പ്രവാചകൻ പറഞ്ഞു, നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്താണ് നിന്റെ കയ്യിലുള്ളത്? അപ്പൊ പറഞ്ഞു, ഞാൻ ഒന്നും മാറ്റി വെച്ചിട്ടില്ല. എന്റെ ഉള്ളിൽ അള്ളാഹുവിനോടും റസൂലിനോടുള്ള സ്നേഹം മാത്രമാണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഫോളോ ചെയ്യുക, അതിനെ പിന്തുടരുക, ആ സ്നേഹമാണ് എന്റെ ഉള്ളിലുണ്ട്. പറഞ്ഞത്
മൻ അഹബബ്ത, നീ ആ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ആയിരിക്കും സ്വർഗത്തിൽ എന്ന്. അപ്പോൾ കഠിനമായ കേവലം ഒരു ഇഷ്ടം ഉണ്ടായ പോലെ കേവലം ഒരു സ്നേഹം, ഒരു മുസ്ലിമായി അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് ചൊല്ലി മുസ്ലിം ആവുക, അതിലൂടെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല, അതിന് വല്ലാത്തൊരു വൈകാരികത കാണുന്നുണ്ട്. വിവേകത്തോടുകൂടി പ്രവാചകന്റെ ചര്യകളെ പിൻപറ്റാൻ കഴിയുന്ന ഒരു വൈകാരികത നമ്മുടെ ഉള്ളിൽ വേണം. എന്തു തന്നെ ആയാലും അല്ലാഹു റസൂലിന്റെ ചര്യ വിട്ട് ഞാൻ കഴിക്കൂല, അല്ലാഹു റസൂലിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കില്ല എന്ന ഒരു വൈകാരികത നമ്മുടെ ഉള്ളിൽ വേണം. അതങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഓരോരുത്തരും മുസ്ലിമായി മാറുക എന്ന കാര്യം. അതുകൊണ്ടാണല്ലോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തലാഖുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം അവൻ ആസ്വദിക്കും. ഈമാനിന്റെ മാധുര്യം. അതിൽ ഒന്ന് എന്താ പറഞ്ഞത്? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. എന്തിനേക്കാളും അല്ലാഹുവിനെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. അതിനുള്ള വൈകാരികത, ആ ഒരു ഇഷ്ടമാണ് നമുക്ക് വേണ്ടത്. സ്വന്തം മക്കളെക്കാൾ എല്ലാം എന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോ തവണയും ഓരോ സെക്കൻഡും നമ്മുടെ ഉള്ളിലിങ്ങനെ ആലോചിക്കുക. വർഷത്തിൽ ഒരു മാസം വരുമ്പോ, വർഷത്തിൽ ഒരു 365 ദിവസത്തിൽ ഒരു മാസം ഇട്ട് വരുമ്പോ കൂടേണ്ടതാണോ, വർദ്ധിക്കേണ്ടതാണോ പ്രവാചക സ്നേഹം? മറിച്ച് ഓരോ വർഷം 365 ദിവസത്തിൽ ഓരോ ദിവസത്തിലും ഓരോ കണികയിലും ഓരോ സെക്കൻഡുകളിലും ആലോചിക്കേണ്ടുന്ന സീറയുള്ള ചരിത്രമുള്ള വ്യക്തിത്വമാണ് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മളിൽ ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യം. 3ാമത്തെ കാര്യം, ഇസ്ലാമിൻ്റെ റുക്നുകൾ എന്താണോ അത് നമ്മൾ പാലിക്കുക. ഇസ്ലാമിന്റെ റുക്നുകൾ ഉണ്ടല്ലോ, അത് കൃത്യമായി നിലയിൽ പാലിക്കുക. നമുക്ക് നിങ്ങൾ അംർ ബിൻ മുർറ അൽ-ജുഹനി ഹദീസ് നമുക്ക് കാണാൻ കഴിയുകയാണ്. അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഫഖാല യാ റസൂലല്ലാഹ് ഷഹീദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ് വസല്ലൈതുൽ ഖംസ വഅദൈതു സകാത മാലി വസുംതു ശഹ്റ റമളാൻ. എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ എന്നീ പറഞ്ഞിട്ട് പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, ഇത് മതിയാവുമോ എന്നുള്ള ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ മാത അലാ ഹാദാ കാന മഅൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ യൗമിൽ ഖിയാമ ഹാകദാ. ഈ 5 കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. നിർബന്ധമായി അനുഷ്ഠിക്കേണ്ടുന്ന ഈ കാര്യങ്ങൾ എങ്കിലും കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയണം. കൃത്യമായി ചെയ്യാൻ കഴിയണം. അല്ലാഹുവിനെ അംഗീകരിക്കുക. 5 വക്ത് നിസ്കാരം ഒഴിവാക്കാതിരിക്കുക. അത് ഏത് നിലക്കാണെങ്കിലും നമ്മൾ നമുക്ക് ഇന്ന് സുബ്ഹി നമസ്കാരം ജമാഅത്തോടു കൂടി നിസ്കരിച്ചവർ എത്ര പേരുണ്ട്? ജുമാഅത്ത് കാണിക്കാൻ നമ്മൾ ധൃതി കാണിച്ചു അല്ലേ? സുബ്ഹിക്ക് വരാൻ നമ്മൾ കാണിച്ചു. നമ്മൾ ഈ അസർ ജമാഅത്ത്, മഗ്രിബ്, ഇശ ഓരോ വക്തിലും നമ്മൾ എത്ര കണ്ട് പ്രാധാന്യം നൽകുന്നുണ്ട്. നമുക്ക് അല്ലാഹു റസൂലിന്റെ ആ ഒരു ഇഷ്ടം, റുക്നുകൾ നമ്മൾ പിൻപറ്റിയാലാണ് അല്ലാഹ് അത് എത്ര കണ്ട് പിൻപറ്റണം കൂട്ടരെ. ശക്തമായ രീതിയിൽ അതികാഠിന്യത്തോടു കൂടി പിൻപറ്റാൻ കഴിയണം. എന്നാലാണ് നമുക്ക് അല്ലാഹു റസൂലിന്റെ ആ ഒരു പദവിയിലേക്ക് പ്രവാചകനെ കാണാനുള്ള ഒരു സുഖം നമുക്ക് ലഭിക്കുക. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത ആയത്താണ് മൻമാ തഅല ഹാദ. ഈ കാര്യങ്ങളാണെങ്കിൽ നീ സിദ്ദീഖങ്ങളുടെയും പ്രവാചകന്മാരുടെയും എല്ലാ ആളുകളുടെയും കൂട്ടേ നീ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 4ാമത്തെ കാര്യം, സുജൂദ് വർദ്ധിപ്പിക്കുക. സുജൂദുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅ റളിയല്ലാഹു അൻഹു അതേ പ്രവാചകരോട് വന്ന് പറയുന്ന സംഭവമുണ്ട്. എന്താണ്? ഹദീസ് നമുക്ക് കാണാൻ കഴിയും. കുന്തു അബീതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅതൈതു ബിവുദൂഇ വഹാജതി. അല്ലാഹു റസൂലിന് വുദൂ എടുക്കാനും അതേപോലെ തന്നെ മറ്റ് പ്രാഥമികമായ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയുണ്ടായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല ലീ സൽനി, എന്താണ് നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിക്കുക. ആ സമയത്ത് പറഞ്ഞു, ഫഖുൽതു അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, താങ്കളുടെ കൂടെ
ഒരു സുഹബത്ത് നാളെ സ്വർഗത്തിൽ എനിക്ക് ഉണ്ടാവണം. റസൂലേ, താങ്കളുടെ കൂടെ എനിക്ക് കഴിയണം. എവിടെ? ദുനിയാവിൽ മാത്രമല്ല, പരലോകത്തും. എന്താ ചെയ്യേണ്ടത്? ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറയാ, കല വേറെന്തെങ്കിലും ആവശ്യമുണ്ട് നിനക്ക്? അദ്ദേഹം പറഞ്ഞു, ഇല്ല റസൂലേ, ഇത് മാത്രമേ ഉള്ളൂ. നീ എന്നെ സഹായിക്കേണ്ടത് എങ്ങനെയാണ്? നിനക്ക് എൻ്റെ കൂടെ എത്തണമെങ്കിൽ നീ എന്ത് ചെയ്യണം? സുജൂദുകൾ വർദ്ധിപ്പിക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെ ഫർളാക്കപ്പെട്ടത് മാത്രമല്ല, ഫർളിന്റെ കൂടെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു തന്ന ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ, അതിൽ പ്രത്യേകമായി റവാത്തിബ് സുന്നത്തുകൾ. ഇങ്ങനെ ഫർളിനോടനുബന്ധിച്ച് വരുന്ന റവാത്തിബായ സുന്നത്തുകൾ അത് 12 എന്നുണ്ട്, 10 എന്നുണ്ട്. അതിൽ 12 അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിൽ ഒരു വീടിനായി പ്രാധാന്യം എടുത്ത് പറഞ്ഞത്. ആരെങ്കിലും 12 നമസ്കരിച്ചാൽ അവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. അത് തന്നെ നമ്മൾ പിടിക്കാൻ നമുക്ക് കഴിയണം. ആ സുന്നത്തെങ്കിലും ഒഴിവാക്കാതെ സുബ്ഹിക്ക് മുമ്പ് 2, അതേപോലെ ദുഹറിന് മുമ്പ് 4, ശേഷം 2, അതേപോലെ തന്നെ മഗ്‌രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2. ഇത് നമ്മൾ ഒഴിവാക്കാൻ കഴിയണം. ഇത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫർളിനെങ്കിലും പള്ളിയിലേക്ക് വരണം നമുക്ക്. ഇത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ ഫർളിനെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും വരണം. അപ്പോ ഈ കാര്യങ്ങൾ ഇത് എന്തിനു വേണ്ടിയിട്ടാ കൂട്ടരെ? ഇത് ചെയ്താൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവാചകന്റെ സിഫത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമ്മൾ പ്രയത്നിക്കുക. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله حمدا كثيرا طيبا مباركا فيه وعلى آله وصحبه أجمعين والحمد لله رب العالمين. ആദരണീയരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാവരും വിശ്വാസികളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതിനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്ന 3-4 കാര്യങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടെ കഴിയാൻ, കണ്ടുമുട്ടാൻ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഓരോന്നും എണ്ണിപ്പറയുന്നത്. അതിൽ 5-ാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ ഏറെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഔലന്നാസി ബിയൗമിൽ ഖിയാമ അക്തറുഹും അല സ്വലാത്ത്. അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ നിന്നോട് അടുക്കാൻ യോഗ്യനായവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് മനസ്സിലായാലും പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ കാര്യമാണ് നിങ്ങൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക വെള്ളിയാഴ്ചകളിൽ. അത് പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം കൂട്ടരെ, അത് നമ്മളിൽ നിന്ന് ഒഴിവാക്കിപ്പെടാൻ പാടില്ല. അത് കൂട്ടമായി ചില വിഭാഗ ആളുകൾ ചെയ്യുന്നത് പോലെ കൂട്ടമായി ഇരുന്ന് ഒച്ചത്തിൽ എന്നുള്ളതല്ല. ഓരോരുത്തരും മനസ്സിലാണെങ്കിലും സ്വലാത്തുകൾ അധികരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഏറ്റവും വലിയ ബഖീൽ പിശുക്കൻ ആരെന്ന് പോലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞല്ലോ. ആരാണ്? എന്റെ പേര് കേട്ടിട്ട് പോലും സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറെ വലിയ പിശുക്കൻ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചര്യ അതൊന്നും വിട്ടു പോവാൻ പാടില്ല നമ്മുടെ കൂട്ടത്തിൽ നിന്ന്. ഈ ഒരു ചര്യകളും ഈ ഒരു സുന്നത്തുകളും നമ്മളിൽ നിന്ന് ഇല്ലാതെയായി പോവാൻ പാടില്ല. ഇതെല്ലാം പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രകളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ആ രീതിയിൽ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കാനും വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ 21-ാമത്തെ വചനം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കതീറാ. ആ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹബത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആരിൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടരെ ആ പ്രവാചകനെ സ്നേഹിക്കുന്ന, ആ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന, ആ പ്രവാചകനെ ആദരിക്കുന്ന ഓരോ കോണുകളിലും ഓരോ സെക്കൻഡുകളിലും പ്രവാചകന്റെ ചര്യകളിൽ പിൻപറ്റുന്ന, പ്രവാചകൻ ചര്യകളനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളാവാൻ നമ്മൾ തയ്യാറെടുക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് ആഫിയത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ, പരിപൂർണ്ണ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് പരലോകത്തിലേക്ക് എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ ആ മുത്തനബി അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചു കൂട്ടുമാറാകട്ടെ. ഇവിടെ കേട്ടതുപോലെയെല്ലാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. റഹ്മാനായ റബ്ബേ, നമ്മിൽ നിന്ന് വന്നു ഭവിച്ച ചെറുതുമായ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബേ പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന, കടം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാകണേ. പ്രയാസങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, മാരകമായ അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബ് അവരുടെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم احيانا منهم اللمبات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر، أشهد أن لا إله إلا الله، أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح، قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر.